الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والمؤمنون والمؤمنات بعضهم أولياء بعض يأمرون بالمعروف وينهون عن المنكر ويقيمون الصلاة ويؤتون الزكاة ويطيعون الله ورسوله أولئك سيرحمهم الله إن الله عزيز حكيم. صدق الله العظيم. സ്നേഹ സമ്പന്നരായ ആദരണീയരായ സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, ജീവിതത്തിന്റെ സർവമാന മേഖലകളിലും സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും അവന്റെ അന്ത്യദൂതൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിത മാതൃകകളും പിന്തുടർന്ന് ജീവിക്കണമെന്ന് ഞാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മിപ്പിക്കുകയാണ്. കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും നല്ലത് മാത്രം പിൻപറ്റുകയും ചെയ്യുന്ന, ചിന്തിക്കുന്ന സന്മാർഗദർശികളായ സജ്ജനങ്ങളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിലേക്ക് ദീൻ എത്തിച്ചവർ, നമ്മെ നാമാക്കി മാറ്റിയവർ, നമുക്ക് വേണ്ടപ്പെട്ടവർ, ഉറ്റവരുടയവർ എല്ലാവർക്കും അള്ളാഹു വിശാലമായ മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. നാളെ അവന്റെ നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങളോടൊപ്പം കാലാകാല സ്വർഗത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, സ്ത്രീകളുടെ പൊതുപ്രവർത്തനം അല്ലെങ്കിൽ പൊതുരംഗ പ്രവേശം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഏതാനും സമയം നിങ്ങളുമായി ചിലവഴിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോ നമ്മുടെ മുമ്പിൽ ഒരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയകളിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടു പോയ കുറേയേറെ ചിത്രങ്ങളും വീഡിയോകളുമൊക്കെ നമ്മുടെ മുമ്പിലുണ്ടാവും. ഒരു ഭാഗത്ത് പാണക്കാട് തറവാട്ടിലെ ഒരു പെൺകുട്ടി സ്ത്രീകൾക്ക് പള്ളിയിൽ പോകണം, അതവരുടെ അവകാശമാണെന്ന് വാദിച്ചുകൊണ്ട് ഒരു വാദം ഉന്നയിച്ചു. അതിന്റെ പേരിൽ കുറേയേറെ ചർച്ചകൾ. മറുഭാഗത്ത് സ്ത്രീകൾ പൊതുരംഗത്ത് വരികയും അവിടെ ഇസ്ലാമിക സംസ്കാരത്തിനും നിലവാരത്തിനും നിരക്കാത്ത നിലയിൽ, വളരെ മോശമായ നിലയിലുള്ള അഴിഞ്ഞാട്ടങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള മറ്റ് ചില രംഗങ്ങൾ, ചിത്രങ്ങൾ. എത്രത്തോളം എന്നാൽ ഒരു സ്ഥാനാർത്ഥി, അതിൽ ജാതി മതഭേദമന്യേ സ്ത്രീകൾ പൊതുരംഗത്ത് എങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിന്റെ ചില ചിത്രങ്ങളാണ് ഞാൻ പറയുന്നത്. ഒരു സ്ത്രീ തെരഞ്ഞെടുപ്പിൽ ജയിച്ചപ്പോ ആ സ്ത്രീയെ ഒരു യുവാവ് തോളിൽ കയറ്റിയിരുത്തി ഡാൻസ് ചെയ്യുന്ന ഒരു രംഗം. നമ്മുടെ സ്കൂൾ കോളേജ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്
മറ്റൊരു മുസ്ലിം പെൺകുട്ടി, തട്ടമിട്ട ഒരു പെൺകുട്ടിയെ അവളുടെ പാർട്ടിക്കാരനായ മറ്റൊരു ചെറുപ്പക്കാരൻ, ഒരു വിദ്യാർത്ഥി തോളിൽ കയറ്റി നിർത്തിയിട്ട് ഡാൻസ് ചെയ്യുന്ന വേറൊരു രംഗം. തെരഞ്ഞെടുപ്പുകളിൽ വ്യാപകമായി മുസ്ലിം സ്ഥാനാർത്ഥികൾ സ്ത്രീകൾക്ക് ഷേക്ക് ഹാൻഡ് ചെയ്യുന്ന രംഗങ്ങൾ, ഒറ്റപ്പെട്ട നിലയിലുള്ള യാത്രകൾ, യാതൊരു തരത്തിലുമുള്ള പരിധിയും നിയന്ത്രണങ്ങളും ഇല്ലാത്ത നിലയിലുള്ള ഇഴുകിച്ചേരലുകൾ, ഇതൊക്കെ ഒരു ഭാഗത്ത് നമ്മൾ കാണും. ഇവിടെയാണ് നമ്മൾ പൊതുപ്രവർത്തന രംഗത്ത് ഇസ്ലാം എന്താണ് സ്ത്രീകളുടെ മുമ്പിൽ വെക്കുന്ന മാതൃക, അതിന്റെ ഒരു ഹ്രസ്വമായ ഏതാനും സമയങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു അവതരണം ഞാൻ ഉദ്ദേശിക്കുന്നു. ഇസ്ലാം സ്ത്രീകളെ പൂർണ്ണമായി സമൂഹത്തിലേക്ക് തുറന്നുവിടുകയല്ല ചെയ്യുന്നത്. ആ അർത്ഥത്തിൽ ഒരു സ്വഭാവം ഇസ്ലാമിന്റെ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയില്ല. ഇവിടെ രണ്ട് നിലപാടുകൾ കാണാം. രണ്ടും തീവ്രമാണ്. ഒന്ന്, സ്ത്രീകളെ പൂർണ്ണമായി പൊതുസമൂഹത്തിലേക്ക് അഴിച്ചുവിടുന്ന, പുരുഷന് ഒപ്പം പുരുഷന് തുല്യമായി സ്ത്രീകൾ പുരുഷന്മാരുമായി ഇഴുകിച്ചേരുകയും ഇടപെടുകയും ചെയ്യുന്ന ഒരു രീതി. അവരുടെ പോക്കും വരവും പ്രവർത്തനങ്ങളും സ്വഭാവവും പെരുമാറ്റവും ആൺ പെൺ വേർതിരിവില്ലാത്ത നിലയിലുള്ളതാണ്. രണ്ടാമത്തേത്, സ്ത്രീകൾ പൂർണ്ണമായും ഔറത്താണ്. അവരുടെ ശബ്ദം വരെയും ഔറത്താണ്. അപ്പൊ ആ അർത്ഥത്തിൽ സ്ത്രീകൾ പൂർണ്ണമായി വീടിന്റെ ഉള്ളിൽ കഴിയേണ്ടവരാണ്, പുറത്തു വരാനേ പാടില്ല എന്ന അർത്ഥത്തിൽ അവരെ പൂർണ്ണമായും ഒതുക്കി നിർത്തുന്ന ഒരവസ്ഥയും കാണാൻ കഴിയും. ഇസ്ലാം ഇതിന് രണ്ടിനും മധ്യേ ഒരു മധ്യമ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളതായി നമ്മൾ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം, അന്നിസാഉ ശഖായിഖു റിജാൽ, സ്ത്രീകൾ പുരുഷന്മാരുടെ നല്ല പകുതിയാണ്, ബെറ്റർ ഹാഫ്, നല്ല പാതി എന്ന് നമ്മൾ പറയാം. ഒരു സമൂഹത്തിന്റെ അർദ്ധഭാഗമാണ്. സ്ത്രീകളും കൂടി ചേർന്നാൽ മാത്രമേ ഒരു സമൂഹം, ഒരു സൃഷ്ടിപ്പിന്റെ പൂർണ്ണതയുണ്ടാവുകയുള്ളൂ. സഹോദരന്മാരെ, ആ നിലയ്ക്ക് ഇസ്ലാം സ്ത്രീകളുടെ വ്യക്തിപരവും സാമൂഹികവും വിദ്യാഭ്യാസപരവും ഒക്കെ ആയിട്ടുള്ള ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും നൽകുന്നു. അതോടൊപ്പം അത് അതിൻ്റെതായ ചിട്ടവട്ടങ്ങളിലൂടെയാവണം എന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. ഉദാഹരണമായി വിദ്യാഭ്യാസ രംഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം, ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. വിദ്യാഭ്യാസം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നിർബന്ധമാണ്. അപ്പൊ വിദ്യാഭ്യാസ രംഗത്ത് നിന്നും സ്ത്രീകളെ അകറ്റി നിർത്താൻ നമുക്ക് സാധിക്കുകയില്ല. മുമ്പ് ഞാൻ സൂചിപ്പിച്ചു, ഇസ്ലാം വിദ്യാഭ്യാസം ചെയ്യണമെന്ന് പറയുമ്പോൾ അതിനെ ആത്മീയം ഭൗതികം എന്ന് വേർതിരിച്ചിട്ടില്ല. മറിച്ച് വിദ്യാഭ്യാസത്തെ അള്ളാഹുവുമായിട്ട്, അള്ളാഹുള്ള വിശ്വാസവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് എല്ലാ വിദ്യാഭ്യാസത്തെയും പുണ്യകരമായ വിദ്യാഭ്യാസമാക്കി മാറ്റുക എന്നതാണ് ഇസ്ലാം മുമ്പോട്ട് വയ്ക്കുന്ന ഒരു രീതി. ആ അർത്ഥത്തിൽ ഒരു മുസ്ലിം സ്ത്രീക്ക് വിദ്യാഭ്യാസം എന്നത് നിർബന്ധമാണ്.
അതിന് ഇസ്ലാം നിർദ്ദേശിക്കുകയും ചെയ്യും. സ്ത്രീകളുടെ ആ ഉത്കടമായ ആഗ്രഹത്തെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയേറെ പ്രശംസിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതായിട്ട് കാണാൻ കഴിയും. ഒരിക്കൽ സ്ത്രീകൾ വന്നിട്ട് പറഞ്ഞു, ഗലബന അലൈക റിജാൽ ഫജഅൽ ലനാ യൗമൻ മിൻ നഫ്സിക്. നബിയെ, അങ്ങയുടെ അടുക്കൽ ഈ പുരുഷന്മാർ ഞങ്ങളെക്കാൾ അപ്പുറം തിക്കും തിരക്കും ഉണ്ടാക്കി ഞങ്ങളെ കവച്ചു വെച്ച് താങ്കളുടെ ചുറ്റും കൂടുകയാണ്. ഞങ്ങൾക്ക് കൂടി അറിവ് പഠിക്കാൻ ദിവസം നിശ്ചയിച്ചു തരണം. ഇതിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അറിവ് പഠിക്കുന്നതിന് പ്രത്യേകമായി പരിഗണന കൊടുത്തതായിട്ട് കാണാൻ കഴിയും. ഇമാം നവവി റഹിമഹുല്ലാ പറയുന്നത് കാണാം, ഫി ഹാദൽ ഹദീസ് ദലീലുൻ അലാ ജവാസിൽ ഖുറൂജിൻ നിസാ ഇലൽ മസാജിദ്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾക്ക് അറിവ് പഠിക്കുന്നതിന് വേണ്ടി പള്ളികളിലേക്ക് പുറപ്പെടുന്നത് അനുവദനീയമാണ്. ലിതഅല്ലുമിൽ ഇൽമി വസമാഇ ദിക്ർ. ഉത്ബോധനം കേൾക്കുന്നതിനും അറിവ് പഠിക്കുന്നതിനും പള്ളികളിലേക്ക് പുറപ്പെടുന്നത് സ്ത്രീകൾക്ക് അനുവദനീയമാണ് എന്ന് ഇമാം നവവി റഹിമഹുല്ലാ പറഞ്ഞതായിട്ട് കാണാം. സഹോദരന്മാരെ, നമ്മുടെ ഇടയിൽ സാധാരണഗതിയിൽ പ്രസിദ്ധമായിട്ടുള്ള ചർച്ച സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാമോ പോയിക്കൂടെ എന്നുള്ളത്. പക്ഷെ ഞാൻ പറയുന്നത്, അവിടെ എല്ലാവരും ഒരർത്ഥത്തിൽ സമ്മതിക്കുന്നത് പോലെ അവർക്ക് വീടാണ് ഉത്തമം എന്ന് പറയുന്ന ഹദീസ് ഒരു ഭാഗത്തുണ്ട്, മറുഭാഗത്ത് ലാ തംനഉ ഈമാ അല്ലാഹി മസാജിദ് അല്ലാഹ്, അല്ലാഹുവിന്റെ ദാസിമാരെ അല്ലാഹുവിന്റെ പള്ളികളിൽ നിന്ന് വിലക്കരുത് എന്ന് പറയുന്ന മറുഭാഗത്തെ ഹദീസും കാണാൻ കഴിയും. ആ അർത്ഥത്തിൽ സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പോകൽ അനുവദനീയമാണ്, എന്നാൽ അവർക്ക് ഉത്തമം അവരുടെ വീടുകളാണ് എന്നും ഹദീസിൽ കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് സ്ത്രീകളെ പള്ളികളിൽ നിന്നും തടയാനും പാടില്ല, എന്നാൽ വളരെയേറെ ആരാധനയ്ക്ക് വേണ്ടി, നമസ്കാരത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കാനും വകുപ്പില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്നാൽ സ്ത്രീകൾക്ക് അറിവ് പഠിക്കുക എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിർബന്ധ ബാധ്യത അവർക്കുണ്ട്. ആ ഫർളിയത്ത് വീടുന്നതിന് അവർക്ക് പള്ളികളിൽ അവസരം ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇമാം നവവി റഹിമഹുല്ലാ പറഞ്ഞതുപോലെ സ്ത്രീകൾക്ക് അറിവ് പഠിക്കുന്നതിന് വേണ്ടി, പള്ളിയിലെ ഉത്ബോധനം ശ്രവിക്കുന്നതിന് വേണ്ടി പള്ളിയിലേക്ക് പോകൽ അവർക്ക് ജായിസാണ്. ജുമുഅയ്ക്ക് പോകലും അവർക്ക് ജായിസാണ്, അവർക്ക് നിർബന്ധമില്ല. പക്ഷെ അറിവ് പഠിക്കുന്ന കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ അറിവ് പഠിക്കുക എന്നതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോകുമ്പോൾ അവർക്ക് ജുമുഅ കൂടി കിട്ടുമെങ്കിൽ അവർക്കത് ജായിസായ കാര്യമാണ്. അറിവെന്ന ഫർളും കിട്ടും, ജായിസായ നിലയിൽ ജുമുഅയും കിട്ടും. അതുകൊണ്ട് ഇവിടെ നമസ്കാരത്തിന് പള്ളിയിൽ പോകണമോ വേണ്ടയോ എന്ന തർക്കങ്ങൾ മാറ്റിവെച്ച് സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിർബന്ധമായ നിലയിൽ ദീനിയായ അറിവുകൾ കിട്ടുന്നതിന് ഫിത്നകൾ ഇല്ലാത്ത നിലയിലുള്ള സംവിധാനങ്ങൾ പള്ളികളോടനുബന്ധിച്ച് ഉണ്ടാവലാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള കാര്യം. ഇമാം ഷാഫി റഹിമഹുല്ലായുടെ മദ്ഹബിന്റെ ഇമാമിങ്ങൾ ചർച്ച ചെയ്യുന്നിടത്ത് കാണാം, സ്ത്രീകൾ ആദ്യത്തെ ഏറ്റവും ഉത്തമമായ സഫ് ആദ്യത്തെ സഫാണ്, പുരുഷന്മാർ, പിന്നെ കുട്ടികൾ, പിന്നീട് സ്ത്രീകൾ എന്നാണ്. ഇതൊക്കെ ജായിസായത് കൊണ്ടാണ് ഇമാമിങ്ങൾ അങ്ങനെ ചർച്ച ചെയ്തിട്ടുള്ളത്. ഉത്തമം ഏതാണ് എന്നിടത്താണ് ഈ വ്യത്യാസം വരുന്നത്. സഹോദരന്മാരെ,
അപ്പൊ ആ അർത്ഥത്തിൽ സ്ത്രീകൾക്ക് പള്ളിയിൽ, അതായത് ജുമുഅയ്ക്ക് വരികയാണെങ്കിൽ അത് ജായിസാണ് എന്ന് ഷാഫി മദ്ഹബിന്റെ ഇമാമിങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് കാണാം. അത് പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നു എന്നതിനപ്പുറം ഇൽമു പഠിക്കാൻ വേണ്ടി വരുന്നു എന്നൊരവസ്ഥയിലായാൽ, ഇന്നത്തെ കാലത്ത് നമ്മുടെ പുതിയ കാലത്തെ ഹൈസ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും എത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിനികൾ, യുവതികൾ അനുനിമിഷം അവർ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങളാണ്. പൈശാചികമായ സൂത്രവിദ്യകളിലൂടെ അവർ വഴിതെറ്റിക്കൊണ്ടിരിക്കുമ്പോൾ സ്ത്രീകൾ ജുമയ്ക്ക് അവരുടേത് മാത്രമായ ഒരിടത്ത് ഫിത്നകളില്ലാത്ത നിലയിൽ വരാൻ പറ്റുമെങ്കിൽ അവർക്ക് കൃത്യമായി ആഴ്ചയിൽ ഒരിക്കൽ ജുമയുടെ ഉത്ബോധനം അവർക്ക് കിട്ടും. ഇങ്ങനെ വായിത്തോന്ന് വിളിച്ചു പറയുന്ന പള്ളികളെ കുറിച്ചല്ല ഞാൻ പറയുന്നു. എന്തെങ്കിലും കഥകൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന പള്ളികളെ കുറിച്ചല്ല ഞാൻ പറയുന്നു. ഒരു ഇമാമ് നിർബന്ധമായും സ്ത്രീകൾ കൂടി അറിയേണ്ട, അല്ലെങ്കിൽ പുരുഷന്മാരും സ്ത്രീകളും അറിയേണ്ട നിർബന്ധമായ ദീനിയായ അറിവുകളും കാഴ്ചപ്പാടുകളും വീക്ഷണങ്ങളും സംസ്കാരവും സ്വഭാവവും കൃത്യമായി കുറഞ്ഞ സമയം കൊണ്ട് പറയുകയും അത് ശ്രദ്ധയോടെ കേട്ടിരിക്കുകയും ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള പുരുഷനും സ്ത്രീയും ഒരുമിച്ച് അതിനെ ഉൾക്കൊള്ളുകയും ഇമാം ഇന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ എന്ന് ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ദീനിയായ ഒരന്തരീക്ഷം നമ്മുടെ വീടുകളിൽ ഉണ്ടാവാൻ ഇടയാകും. നിർബന്ധമായ നിലയിൽ ഇൽമു പഠിക്കുക എന്നതിന് മുൻഗണന കൊടുക്കുമ്പോൾ, ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ ഈ പറയുന്നത് പള്ളികളിൽ നമസ്കാരത്തിനെത്തുന്ന തർക്ക വിഷയത്തെ കുറിച്ചല്ല, ദീന് പഠിക്കാൻ വരുന്ന ആളുകളെ കുറിച്ചാണ്. അവർക്കതിന് അവസരമുണ്ടാകണം. ഉണ്ടാകുന്നത് ഈ കാലഘട്ടത്തിൽ അഭികാമ്യമാണ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ സഹോദരിമാർക്ക് എവിടെയാണ് ഇന്ന് ദീനിയായ വിദ്യാഭ്യാസം കിട്ടാനുള്ള വഴി? മദ്രസയിൽ പഠിച്ചിട്ട് പോകുന്നു. 7, 8, 5, 6 ക്ലാസ്, കൂടിയാൽ 10ാം ക്ലാസ്. ഈ കുട്ടികൾക്ക് ശരിയായ നിലയിൽ കാലികമായുള്ള പ്രശ്നങ്ങളിൽ ദീനിയായ നിലപാടുകളും വീക്ഷണവും അറിവും പകർന്നു കിട്ടാൻ പറ്റിയ ബുദ്ധിപരമായ, യുക്തിപരമായ, ഈമാനികമായ ഒരു അറിവ് കിട്ടാൻ എന്ത് വേദിയാണ് ഈ സഹോദരിമാർക്കുള്ളത്? പുരുഷന്മാർക്ക് എല്ലാ ജുമയ്ക്കും എന്തെങ്കിലും ഒന്ന് കിട്ടുന്നു എന്ന് പറയാം. പക്ഷെ ഈ സഹോദരിമാർക്ക് എന്താണ് കിട്ടുന്നത്? അള്ളാഹുവിനെ പറ്റി അറിയണ്ടേ അവർക്ക്? പടച്ചവന്റെ ആസ്തിക്യം, ഉജൂദിയത്തിനെ പറ്റി അറിയണ്ടേ? റസൂൽ ആരെന്ന് അറിയണ്ടേ? ആഖിറത്തിന്റെ യാഥാർത്ഥ്യം അറിയണ്ടേ? അവർക്ക് നിർബന്ധമായ ബാധ്യതകൾ അവർ അറിയണ്ടേ? ഇതറിയാനുള്ള വഴികൾ എന്താണ്? ഫർളായ ഇൽമുകൾ, അത് പഠിക്കാനുള്ള വഴികൾ പള്ളിയോടനുബന്ധിച്ചുണ്ടാകണം. നമ്മുടെ അൽഹംദുലില്ലാഹ് നമ്മുടെ പള്ളിയുടെ പ്ലാനിൽ അതിനോടനുബന്ധിച്ച് പ്രത്യേകമായി പുരുഷന്മാർ കൂടിക്കയറുന്ന നിലയിലല്ല, പ്രത്യേകമായി അവർക്ക് അതിനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട് എന്ന് ആ പ്ലാനിൽ കണ്ടതിൽ സന്തോഷം. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിഅമൻ നിസാഉ നിസാഉൽ അൻസാർ, സ്ത്രീകളിൽ ഏറ്റവും ഉത്തമമായവർ അൻസാരികളായ സ്ത്രീകൾ. എന്താണ് അവരുടെ പ്രത്യേകത? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ കുറെ സ്ത്രീകളെ കണ്ടിട്ട് മദീനയിലേക്ക് പോയതാണ്. ആ മദീനയിൽ ചെന്നപ്പോ അവിടെയുള്ള സ്ത്രീകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. അതിനെ നബി എടുത്ത് പ്രശംസിക്കുകയാണ്. അൻസാരികളായ സ്ത്രീകൾ വളരെ നല്ലവരാണ്. അവരോട് പറയുകയാണ്, ലം യകുൻ യംനഉഹുന്നൽ ഹയാ അൻ യതഫഖഹ്ന ഫിദ്ദീൻ. കാരണം അറിവ് പഠിക്കാൻ, ദീനിൽ പാണ്ഡിത്യം നേടാൻ അവർക്ക് ലജ്ജ തടസ്സമാകുന്നില്ല. അതുകൊണ്ട് മക്കയിലെ മുഹാജിറുകളായ സ്ത്രീകളെക്കാൾ, മറ്റുള്ള സ്ത്രീകളെക്കാൾ ഈ മദീനയിലെ അൻസാറുകളായ ഈ സഹോദരിമാർ വളരെ നല്ല സ്ത്രീകളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അറിവ് പഠിക്കുന്ന വിഷയത്തിൽ ലജ്ജിച്ച്, നാണിച്ച്, അമാന്തിച്ച്, ഒതുങ്ങി, കെട്ടിപ്പൊതിഞ്ഞ് വീട്ടിന്റെ അകത്തിരിക്കുന്നതിനേക്കാൾ പുറത്തിറങ്ങി അതിൻ്റെതായ ചിട്ടവട്ട
ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടാകണം. അത് അഭികാമ്യമാണ്, അത് പ്രശംസാർഹമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാൻ. ഇതേപോലെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ ചിലരുടെയൊക്കെ ചർച്ച കാണുമ്പോഴാണ് നമ്മൾ ഇത്തരം ഹദീസുകളൊക്കെ പരതുന്നത്. സ്ത്രീകൾ പൂർണ്ണമായും അങ്ങനെ ഒതുങ്ങി പുറത്തേക്ക് വരാനേ പാടില്ല, വേറൊരു വിഭാഗം അഴിച്ചു വിട്ടേക്കണം. രണ്ടിനും മധ്യേ അവരുടെ ഈമാൻ, വിദ്യാഭ്യാസം, സംസ്കാരം ഇതൊക്കെ വളർത്താൻ, ഉയർത്താൻ, കാത്തു സൂക്ഷിക്കാൻ, അവരുടെ സമൂഹത്തോടുള്ള ദൗത്യം നിർവഹിക്കാൻ പറ്റുന്ന നിലയിലുള്ള പൊതുരംഗപ്രവേശവും പൊതുപ്രവർത്തനവും അവർക്കുണ്ടാകണം എന്ന്. വേറൊന്ന് നിങ്ങൾ നോക്കൂ, കലാപരമായിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം പറഞ്ഞു എന്ന് നിങ്ങൾ നോക്കൂ. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു തആല പറയുന്നു, ദഖല അലയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇൻദി ജാരിയത്താനി തുഗന്നിയാനി ബിദിനാനി വതദ്രിബാനി ബിദ്ദഫി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ കയറി വരുമ്പോൾ എൻ്റെ അടുക്കൽ രണ്ട് കൂട്ടുകാരികളുണ്ട്, അവരിരുന്നിട്ട് ദഫ് മുട്ടിയിട്ട് പാട്ട് പാടി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പ്രോത്സാഹിപ്പിച്ച് മിണ്ടാതെ നബി ഇങ്ങോട്ട് കയറി. ഇത് കണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ബാപ്പ വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലാണോ ഈ വീണ വായിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആയിഷ റളിയല്ലാഹു തആല എന്നെ വിരട്ടി. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഅൂഹുന്ന യാ അബൂബക്കർ അലൈസ ഹാദാ യൗമുൽ ഈദ്. അവരെ വിട്ടേക്ക് അബൂബക്കറെ, ഫഇന്ന ലികുല്ലി ഖൗമിൻ ഈദൻ. എല്ലാ ഓരോ സമൂഹത്തിനും ഓരോ ആഘോഷങ്ങളുണ്ട്. വഹാദാ ഈദുന, ഇന്ന് നമ്മുടെ പെരുന്നാളല്ലേ, അവർ പാട്ട് പാടട്ടെ, ദഫ് മുട്ടട്ടെ. അപ്പൊ പെണ്ണ് എന്ന് പറയുമ്പോൾ അതിൻ്റെതായ അവിടെ ഒരു സ്വാതന്ത്ര്യം കൊടുക്കുകയാണ് അത്തരം അവസരങ്ങളിൽ. ഇമാം നവവി റഹിമഹുല്ലാഹ് പറയുന്നത് കാണാം, വയുസ്തഹബ്ബു ദഫു ഫിൽ ഉർസി ലിന്നിസാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ അഇലിനുൻ നിക്കാഹ വജഅലുഹു ഫിൽ മസാജിദ് വളിരിബു ബിദ്ദുഫൂഫ്. നിങ്ങൾ നിക്കാഹിനെ പരസ്യപ്പെടുത്തുക, അതിൽ ദഫ് മുട്ടുകയും ചെയ്യുക. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു തആല ഒരു കല്യാണത്തെ കുറിച്ച് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർക്ക് നിങ്ങൾ പാട്ടുകാരികളെ വെച്ചു കൊടുത്തോന്ന്. ഇമാം നവവി റഹിമഹുല്ലാഹ് ഇത്തരം ഹദീസുകളൊക്കെ വെച്ചിട്ട് പറയുന്നത്, വയുസ്തഹബ്ബു ദഫു ഫിൽ ഉർസി ലിന്നിസാ. കല്യാണവേളകളിൽ സ്ത്രീകൾക്ക് ഈ ദഫ് മുട്ടുക, അത്തരം പാട്ടുകൾ വെച്ചു കൊടുക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ് എന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മൾ നടത്തുന്ന DJ ഡാൻസ് അല്ല, ഇന്ന് നടത്തുന്ന കൂത്താട്ടമല്ല, അഴിഞ്ഞാട്ടമല്ല, അത്തരത്തിലുള്ള തോന്യാസങ്ങൾ ഹറാം. പക്ഷെ ന്യായമായ നിലയിൽ, സഭ്യമായ നിലയിൽ ഒരാഘോഷമാണ് വിവാഹം. അത് സന്തോഷകരമായ ഒരു സന്ദർഭമാണ്. അതിനെ പരിപോഷിപ്പിക്കുന്ന നിലയിൽ നമ്മുടെ സംസ്കാരത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ആശയ സമ്പന്നമായ നിലയിൽ, സംസ്കാര സമ്പന്നമായ നിലയിൽ ദഫ് പോലുള്ള ലളിതമായ കലാപരിപാടികളോ ആസ്വാദനങ്ങളോ അത് സ്ത്രീകൾ തന്നെ നടത്തിയാലും അനുവദനീയമാണ് എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നു. ഫജഅല നിസാ വസ്ബിയാൻ, സ്ത്രീകളും കുട്ടികളും എല്ലാം ദഫ് മുട്ടിപ്പാടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പെണ്ണുങ്ങളെല്ലാം കയറി പൊക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയല്ലല്ലോ. തൊലഅൽ ബദ്റു അലൈനാ എന്ന് പറഞ്ഞിട്ട് ദീർഘമായ പാട്ടെന്താ, പുരുഷന്മാർ പാടിയ പാട്ടാണ്. അവിടെ സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും എല്ലാം നിന്നിട്ട് നബിയെ വരവേറ്റതാണ്. അപ്പൊ ഇതൊക്കെ വഫീ ഹാദാ ദലീലുൻ അലാ ജവാസി ദ്ളർബി ബിദ്ദഫി ലിന്നിസാഇ ഫിൽ ഫറഹ്. ഇമാം നവവി റഹിമഹുല്ലാഹ് പറയുന്നു, ഇത്തരം ഹദീസുകൾ വെച്ചിട്ട് സന്തോഷാവസരങ്ങളിൽ സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള ദഫ് വാദ്യങ്ങൾ അനുവദനീയമാണ് എന്നതാണ്.
അതിന്റെ തെളിവാണ് ഇത് എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളൊക്കെ നാളെ മുതൽ ചെണ്ട എടുത്തുകൊണ്ട് ഇറങ്ങണമെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. മറിച്ച് അവർക്ക് ഇസ്ലാം കൊടുക്കുന്ന ചില സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളുമുണ്ട്. അവർ അവരുടെ സർഗവാസനകളും അടക്കിപ്പിടിച്ച് കെട്ടിപ്പൂട്ടി ഒതുങ്ങിക്കൂടണം എന്നല്ല അതിന്റെ അർത്ഥം. എന്നാൽ അഴിഞ്ഞാട്ടം നടത്തണം എന്നുമല്ല അതിന്റെ അർത്ഥം. പരപുരുഷന്മാർക്ക് അവരുടെ മുമ്പിൽ അവർക്ക് തെറ്റായ വിചാരങ്ങൾ ഉണർത്തുന്ന തരത്തിലുള്ള തോന്യാസങ്ങളല്ല, മറിച്ച് നമ്മുടെ സംസ്കാരത്തിലേക്ക്, വിശ്വാസത്തിലേക്ക്, ആദർശത്തിലേക്ക് ആളുകളുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന മനോഹരമായ ഇത്തരത്തിലുള്ള ദഫ് പരിപാടികൾ ആവാം എന്നാണ് അതിന്റെ അർത്ഥം. എന്നാൽ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലൊക്കെ കണ്ട അതൊന്നും അല്ല. അതൊക്കെ നമ്മളെ സഹോദരിമാര് പുറത്തേട്ട് തട്ടോ ഇട്ടിട്ടുള്ള അഴിഞ്ഞാട്ടങ്ങൾ ഒരുപാടുണ്ട്. തോളിൽ കയറ്റി വെച്ചുള്ള ഡാൻസുകൾ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള കോപ്രായങ്ങളൊന്നും അല്ല ഇസ്ലാം അനുവദിച്ചിട്ടുള്ളത്. അപ്പോ അങ്ങേയറ്റവുമല്ല, തീവ്രതയ്ക്കും ജീർണതയ്ക്കും മധ്യയാണ് ഇസ്ലാം ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നന്മ കൽപ്പിക്കുക, തിന്മയെ തടുക്കുക എന്നിടത്താണ് സ്ത്രീകളുടെ സാമൂഹ്യ ദൗത്യം ഉണ്ടായിത്തീരുന്നത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅ്ദുഹും ഔലിയാഉ ബഅദ്. സ്ത്രീകൾ പുരുഷന്മാരും സ്ത്രീകളും സത്യവിശ്വാസികളായ പുരുഷന്മാരും സ്ത്രീകളും അവർ പരസ്പരം ആത്മസഹോദരങ്ങളാണ്. അവർ എന്താണ് ആത്മസൗഹാർദ്ദം പുലർത്തുന്നതിന്റെ കാരണം? നന്മ കൽപ്പിക്കുകയും തിന്മയെ തടയുകയും ചെയ്യുന്നു എന്ന അർത്ഥത്തിലാണ്. അപ്പോ ഈ നന്മ കൽപ്പിക്കുക, തിന്മയെ തടയുക എന്ന് പറയുന്നത് അത് പുരുഷന്മാരുടെ മാത്രം ബാധ്യതയാണോ? പ്രബോധനം അല്ലെങ്കിൽ നന്മ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ശ്രമം, അല്ലെങ്കിൽ സമൂഹത്തിലുണ്ടാകുന്ന തിന്മകളെ ചെറുക്കാനും പ്രതിരോധിക്കാനുമുള്ള ശ്രമം, അത് പുരുഷന്മാർക്ക് മാത്രം നിർബന്ധമായ കാര്യമാണോ? അല്ല, സ്ത്രീകൾക്കും നിർബന്ധമായ കാര്യമാണ്. ഈ ആയത്ത് ഓതിയിട്ട് ഇമാം നവവി റഹിമഹുല്ല, ഞാൻ ഇമാം നവവിയെ കൂടുതൽ ഉദ്ധരിക്കുന്നത് ആധികാരികമായി നമുക്ക് ഉദ്ധരിക്കാൻ പറ്റുന്ന ഷാഫി മദ്ഹബിന്റെ ഒരു ഇമാം എന്ന നിലയിലാണ്. വേറെ ഒരുപാട് പണ്ഡിതന്മാരുടെ ഇത്തരത്തിലുള്ള വിശദീകരണങ്ങളൊക്കെ. وفي هذه الآية دليل على أن الأمر بالمعروف والنهي عن المنكر. ഈ ആയത്ത് തെളിവാണ് നന്മ കൽപ്പിക്കലും തിന്മയെ തടയലും വാജിബുൻ അല റിജാലി വന്നിസാഇ ജമീഅൻ, സ്ത്രീ പുരുഷന്മാർക്ക് മുഴുവൻ നിർബന്ധമാണ്. കുല്ലുൻ ബിഹസ്ബി ഖുദ്റതിഹി വഹാലിഹി, ഓരോരുത്തർക്കും ആ ബാധ്യത അവരുടെ കഴിവും അവരുടെ സാഹചര്യവും അനുസരിച്ച് അവർക്ക് നിർബന്ധമാണ് എന്ന് ഇമാം പറയുന്നത്. അദ്ദേഹം വീണ്ടും പറയുന്നു, ഇദാ ഉഹ്തീജ ഇലാ ഖുറൂജിൽ മർഅത്തി ലി അംറിൻ മിൻ ഉമൂരിദ്ദീൻ കതഅല്ലുമിൻ വതഅലീമിൻ ഔ അംറിൻ ബിമഅറൂഫിൻ ജാസ ലഹൽ ഖുറൂജു മഅ അംരിൽ ഫിത്ന. ഒരു സ്ത്രീക്ക് അവൾക്ക് പുറത്തേക്ക് പോകണം. എന്തിനാണ് പോകുന്നത്? ദീനിയായ നിലയിലുള്ള എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാനോ പഠിപ്പിക്കാനോ, വിദ്യാഭ്യാസ പ്രവർത്തനത്തിനോ, അതല്ലെങ്കിൽ നന്മ കൽപ്പിക്കാനോ തിന്മയെ വിലക്കാനോ വീട്ടിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ ഫിത്നയെ പറ്റി ആരും ഉപദ്രവിക്കില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവൾക്ക് പുറത്തിറങ്ങിയിട്ട് അത് ചെയ്യൽ അവർക്ക് അനുവദനീയമാണ്. ولا يجوز إسقاط هذا الواجب عن النساء بحجة الحياء. ലജ്ജാവതിയാണ് സ്ത്രീ എന്നതിന്റെ പേരിൽ ഈ ബാധ്യത അവളിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയില്ല. ഇമാം ഗസാലി റഹിമഹുല്ല പറയുന്നത്, ولا يختص وجوب إنكار المنكر بالرجال دون النساء. ഒരു തിന്മയെ വിലക്കണം, ഒരു അക്രമത്തെ പ്രതിരോധിക്കണം, അത് പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും നിർബന്ധമാണ്. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരുടെ ഭാഗമാണ്. ഈ നിർബന്ധ ബാധ്യതയുടെ കാര്യത്തിൽ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി തുഹ്ഫത്തുൽ മുഹ്താജിൽ പറയുന്നത് കാണാം,
യജിബു അലൽ മർഅ ദഫ്ഉൽ ദുൽമി വഇൻകാരിൽ ഉദ്വാൻ. സ്ത്രീകൾക്ക് നിർബന്ധമാണ് ഒരിടത്ത് അക്രമം ഉണ്ടായിത്തീർന്നാൽ ആ അക്രമത്തെ പ്രതിരോധിക്കൽ സ്ത്രീകൾക്ക് നിർബന്ധമാണ്. വഇൻകാരിൽ ഉദ്വാൻ, അതേപോലെ തന്നെ ശത്രുതയെ വിലക്കുക എന്നതും ബിഖദിരി ഇസ്തിത്വാഅതിഹ, അവളുടെ കഴിവിന്റെ പരമാവധി. ഒരു പെണ്ണ് വിദ്യാഭ്യാസമുണ്ട്, കഴിവുണ്ട്, ആർജവമുണ്ട്, അവൾക്ക് അതിനുള്ള കഴിവുണ്ട് നിർത്തണ എന്ന് പറയാൻ, അല്ലെങ്കിൽ അതിനെ ചെറുക്കാൻ, അല്ലെങ്കിൽ നിയമപരമായി പോരാടാൻ, അല്ലെങ്കിൽ രംഗത്തിറങ്ങി നിൽക്കാൻ അവൾക്ക് കഴിവുണ്ടെങ്കിൽ അവൾക്കൊരു ഉഴുതുറുമില്ല. ആ കഴിവുള്ളതിനോടുകൂടി മിണ്ടാതിരിക്കുക എന്നത് അവൾക്ക് യാതൊരു ഉഴുതുറുമില്ല, ന്യായവുമില്ല, ഒഴികഴിവുമില്ല എന്ന് ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം. ഞാൻ അവസാനിപ്പിക്കാം. ധാരാളം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാം. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, സ്ത്രീ എന്ന് പറയുന്നത് ജീർണമായ നിലയിൽ, ഒരു സമൂഹത്തിന്റെ ജീർണതയ്ക്ക് ആക്കം കൂട്ടുന്ന നിലയിൽ മറ്റുള്ള നവലിബറൽ ചിന്താഗതിക്കാർക്കൊപ്പം അഴിഞ്ഞാടാനും കൂത്താടാനും പൊതുരംഗത്തിറങ്ങുന്നവളല്ല. മറിച്ച് അവളുടെ ഈമാനും അവളുടെ സംസ്കാരവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ നന്മ കൽപ്പിക്കാനും തിന്മയെ ഇല്ലാതാക്കാനും തിന്മയെ പ്രതിരോധിക്കാനും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കും നന്മ നടപ്പാക്കാനും ഒക്കെ വേണ്ടി പൊതുപ്രവർത്തന രംഗത്ത് സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹായിക്കുന്നതിന്റെ ഭാഗമായി വളരെ മാന്യമായി അച്ചടക്കത്തോടെ പൊതുപ്രവർത്തന രംഗത്ത് നിരതരാവുക എന്നത് അവരുടെയും കൂടി ബാധ്യതയാണ്. ഇമാമിങ്ങൾ പറഞ്ഞത് കാണാൻ കഴിയും. ഒരു പ്രദേശത്തേക്ക് ശത്രു കടന്നാക്രമണം നടത്തുകയാണ്. എന്നാൽ ആ ശത്രുവിനെ പ്രതിരോധിക്കൽ ആ പ്രദേശത്തുള്ള മുഴുവൻ മുസ്ലിം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഫർള് ഐനാണ്. ഫർള് ഐൻ എന്ന് വെച്ചാൽ വ്യക്തിപരമായ ബാധ്യത. അതിനോട് പറഞ്ഞിട്ട് നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് ഓടുകയല്ല വേണ്ടത്. അവിടെ ചെറുത്ത് നിൽക്കാൻ ആ സ്ത്രീകൾക്ക് ആർജവം ഉണ്ടാവണം. അത്രത്തോളം ഇമാമിയങ്ങൾ കിതാബുകളിൽ പറഞ്ഞിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. അപ്പോ നമ്മുടെ സ്ത്രീകൾ ആരാവണം? അവര് ആർജവമുള്ളവരും അവകാശബോധമുള്ളവരും വിദ്യാഭ്യാസമുള്ളവരും ഈമാനുള്ളവരും സംസ്കാരമുള്ളവരും മാന്യതയുള്ളവരും അച്ചടക്കമുള്ളവരും പൊതുപ്രവർത്തന രംഗത്ത് അവരുടേതായ ദൗത്യങ്ങൾ നിർവഹിക്കുന്നവരുമായി ഉയർന്നു നിൽക്കാൻ അവർക്ക് കഴിയണം. അതിന് സഹോദരന്മാർ അവരെ സഹായിക്കുകയും വേണം. എന്നാൽ അത് നാളെ കുടുംബ ബാധ്യതയെ, വീട്ടിലുള്ള ഉത്തരവാദിത്തങ്ങളുടെ നിർവഹണത്തെ രണ്ടാം സ്ഥാനത്തേക്ക് തള്ളിക്കളയുന്ന വിധത്തിൽ അവിടെ ക്രമക്കേട് ഉണ്ടാക്കാനും പാടില്ല. പുരുഷന്മാർക്ക് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ പുരുഷന്മാർ സ്ത്രീകൾക്ക് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുക, സ്ത്രീകളുമായി ഒറ്റപ്പെടുക, അസമയത്ത് അനാവശ്യമായി ഫോൺ ഉപയോഗിക്കുക, ഫോണിലൂടെ ബന്ധപ്പെടുക, അതല്ലെങ്കിൽ അവരുമായി ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുക, ഇത്തരത്തിലുള്ള ഇസ്ലാമിക സംസ്കാരത്തിന് നിരക്കാത്ത പ്രവർത്തനങ്ങൾ. അതേപോലെ തന്നെ ഒരു സ്ത്രീയെ ഒറ്റയ്ക്ക് ഒരു വാഹനത്തിൽ കൊണ്ടുപോയി ഒരിടത്താക്കി കൊടുക്കുക, കൂടെ മറ്റൊരാളില്ലാത്ത ഒരവസ്ഥയിൽ ഒരു സ്ത്രീയെ മാത്രമായി വാഹനത്തിൽ കയറ്റി നമ്മൾ കൊണ്ടുപോവുക, അവരെ നമ്മളൊന്ന് സഹായിക്കുകയാണ്. വേണ്ട, തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന സന്ദർഭങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുക, ഒഴിവാക്കുക. അതാണ് ഇസ്ലാം നമ്മൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ബാലൻസ് ചെയ്ത് മുമ്പോട്ട് പോകാൻ കഴിയണം. അള്ളാഹു നമ്മളെ സഹായിക്കുമാറാകട്ടെ. യഥാർത്ഥത്തിലുള്ള മുസ്ലിമീങ്ങൾ, മുസ്ലിമാത്തുകൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർ, ക്ഷമയുള്ളവർ, ഇവരെല്ലാം നാളെ സ്വർഗത്തിലാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം.